വന്യവും വശ്യവും മോഹനവുമാണ് വയനാട്ടിലേക്കുള്ള ചുരം യാത്രയെന്ന് പറയേണ്ടതില്ല. വിഹക വീക്ഷണത്തിൽ ചുരം മോഹനവീണയിൽ പുളഞ്ഞൊഴുകുന്ന ഒരു അജ്ഞാത രാഗമാകുന്നു. സർവചരാചരങ്ങളിലും സംഗീതം നിറഞ്ഞു നിൽക്കുന്ന നാദബ്രഹ്മത്തിലേക്കുള്ള യാത്രയായി വേണമെങ്കിൽ നമുക്ക് ഈ ചുരം കയറ്റത്തെ സങ്കല്പിക്കാവുന്നതാണ്. മഞ്ഞിൻ്റെയും മലയുടെയും മഴയുടെയും ഉയരങ്ങളിലേക്കുള്ള യാത്രകളാണ് വയനാട്ടിലേക്കുള്ള എല്ലാ യാത്രകളും. വയനാടിൻ്റെ വളരെ പ്രൗഢമായ ഈ സസ്യപ്രകൃതിയിലേക്കും സാമൂഹിക പ്രകൃതിയിലേക്കും പക്ഷേ കഴിഞ്ഞുപോയ യാത്രകളൊന്നും രണ്ടാമതൊരിക്കൽ കൂടി ആവർത്തിക്കാനാവില്ലെന്നൊരു വന്യതയും വശ്യതയും ചരിത്രത്തിൽ രണ്ടാമതൊരിക്കലും ചങ്ങലക്കിടാനാവാത്ത പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ശക്തി തന്നെയാകുന്നു വയനാടിൻ്റെ എപ്പോഴത്തെയും വലിയ രാഷ്ട്രീയ ശക്തി. വസന്തത്തിൻ്റെ വലിയ ഇടിമുഴക്കങ്ങൾ ഇറങ്ങിപ്പോയ വയനാടൻ മലകളിലേക്ക് ഒരു നാടോടി സംഗീതത്തിൻ്റെ ചുമൽ ചേർന്ന് അപൂർവമായൊരു സർഗയാത്ര അനുഭവിക്കുകയാണ് ഇവിടെ കേരള എക്സ്പ്രസ്. ചുരം കയറി കാടും പല ജനപദങ്ങളും കടന്ന് നമ്മൾ തിരുനെല്ലിയിലെത്തുകയാണ്. ബ്രഹ്മഗിരിയുടെ കീഴെ അതിപുരാതനമായൊരു ക്ഷേത്രഗ്രാമം. ചേരരാജാവ് ഭാസ്കരരവിവർമ്മന്റെ ചെമ്പേടുകളും ഉണ്ണിയച്ചി ചരിതവും ആഢ്യവും സമ്പന്നവുമായ ഗ്രാമത്തിന്റെ പഴയ കഥ പറഞ്ഞു തരും. അജ്ഞാതമായ കാരണങ്ങളാൽ ചരിത്രത്തിൽ എന്നോ നശിപ്പിക്കപ്പെട്ട ഈ ഗ്രാമത്തിലേക്ക് പിൽക്കാലത്ത് വിശ്വാസികൾക്ക് വഴി പറഞ്ഞത് പാപനാശിനിയാണ്, വിപ്ലവകാരികളുടെ പ്രവേശന കവാടം. എന്നാൽ ഇതല്ല. അടിയൂരുടെ ചോമൻ സഖാവ് വർഗീസിന്റെ രക്തം വീണിച്ചു വന്ന മണ്ണാണ് വിപ്ലവകാരികളെ തിരുനെല്ലിയിലേക്ക് വരവേൽക്കുക. എന്നാൽ ഒരു സംഗീതജ്ഞന് തിരുനെല്ലിയിലേക്കുള്ള വഴി ഏതാണ്? പ്രകൃതിയെ നമ്മൾ കാണേണ്ടത്, ഞാൻ കാണുന്നത് ഓരോ ഇമേജിനറിയിലൂടെയാണ്. ഈ ഇമേജിനറീസും ഇമോഷൻസുമാണ് എന്നിലൂടെ ശബ്ദമായി പരിണമിക്കപ്പെടുന്നത്. ഞാനിപ്പോൾ കേൾക്കുന്ന ചെവിയുടെയുള്ള ശബ്ദമല്ലേ, രസകരമായൊരു മ്യൂസിക് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനിപ്പോൾ നടക്കുമ്പോൾ ഈ പുല്ലിൽ ചവിട്ടി വീഴുന്ന ഈ കല്ലിൻ്റെ സൗണ്ട് ബ്യൂട്ടിഫുൾ സൗണ്ടാണ്. കാരണം കുറേ നമ്മൾ നിരന്തരമായി കേട്ട് വളർന്ന ചില ശബ്ദങ്ങളിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കണ്ടീഷനിങ്ങിനെ എടുത്തു മാറ്റി ഇതുപോലുള്ള കാടിൻ്റെ കരച്ചിലും കാടിൻ്റെ അന്വേഷണവും നടക്കുമ്പോൾ വയനാട്ടിൽ ഇത്ര ഈ രീതിയിലുള്ള ഡീപ്പായിട്ടുള്ള നിശബ്ദതയുടെ എന്താ പറയുക എക്സ്പ്രഷൻസ് ഉണ്ട്. വയനാട്ടിൽ മാത്രം ഞാൻ എൻ്റെ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് എനിക്ക് വയനാട്ടിൽ വരുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്.
ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ സിതാറിൻ്റെയും കർണാട്ടിക്കിലെ വീണയുടെയും സ്വരങ്ങൾ സംയോജിപ്പിച്ച് പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ട് വികസിപ്പിച്ചെടുത്തതാണ് മോഹനവീണ. മോഹനവീണയിലൂടെ ഇന്ത്യയിൽ സംഗീതത്തിൻ്റെ ഗ്രാമി അവാർഡ് വരെ എത്തിച്ച മോഹനഭട്ടിന് എന്നാൽ ഇവിടെ അധികം ശിഷ്യന്മാരില്ല. ലോകത്ത് തന്നെ ഈ വീണാവാദനത്തിൽ ഒരു കൈവിരലിൽ എണ്ണാവുന്നവരുടെ പോലും പേരുകൾ എടുത്തു പറയാനില്ലെന്നിരിക്കെ മോഹനഭട്ടിന്റെ ശിഷ്യൻ പോളി വർഗീസ് അവിടെ ഒരു അഗ്രഗാമി തന്നെയാകുന്നു. ഞാനൊരു 10-20 ഇൻസ്ട്രുമെൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. മൃദംഗം മുതൽ, ഗിറ്റാർ മുതൽ, ഹാർമോണിയം മുതൽ, സരോദ്, അങ്ങനെ ഒരുപാട്, ഫ്ലൂട്ട്, ഇതൊക്കെ ഒരുപാട് ഇൻസ്ട്രുമെൻസിൽ കടന്നു പോയിട്ടുണ്ട്. അവസാനം മോഹനവീണയിൽ എത്തിച്ചേരുമ്പോഴേ എനിക്ക് ഈ മോഹനവീണ എന്നുള്ള അപ്പുറത്ത് ഇത് തരുന്ന വല്ലാത്ത മനുഷ്യൻ്റെ വോക്കൽ കോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സൈലൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഭയങ്കര നിശബ്ദമായ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു എനിക്ക്. ചില വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില ജീവികളുടെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റുന്നു. എനിക്ക് കാറ്റുണ്ടാക്കാൻ പറ്റുന്നു. എനിക്ക് മലമുകളിൽ നിന്ന് ഞാൻ വിളിച്ചു പറയാണ് ഹലോ എന്ന് വിളിച്ചു പറയുമ്പോൾ ഹലോ പ്രതിഫലിക്കുന്നു ഇതിലുണ്ടാക്കാൻ പറ്റുന്നു. ഞാൻ ഇൻസ്ട്രുമെൻറ്റിൽ കാണുന്നത് പ്രകൃതിയെയാണ്. അതുകൊണ്ട് മോഹൻ വീണ എന്നുള്ള സാധനത്തിൽ ഞാൻ അഡിക്റ്റഡ് ആണെന്നതിന് അപ്പുറത്ത് ഐ എം ബിക്കം മോഹൻ വീണ. തൃശൂരിലെ വലപ്പാട്ടുകാരനായ പോളി വർഗീസ് കേരള കലാമണ്ഡലവും ശാന്തിനികേതനും വഴിയാണ് ഹിന്ദുസ്ഥാനിയുടെ പല കടവുകൾ കടന്ന് ഒടുവിൽ രാജസ്ഥാനിൽ പണ്ഡിറ്റ് വിശ്വമോഹന ഭട്ടിന് ശിഷ്യപ്പെട്ടത്. രവീന്ദ്ര സംഗീതവും സൂഫി ബാവുൾ സംഗീതവും കവിതയും നാടകവുമെല്ലാം ഇടകലർന്ന് മോഹനവീണയിൽ സ്വയം നഷ്ടപ്പെട്ട് പിന്നീട് അയാൾ സഞ്ചരിക്കാത്ത ലോകങ്ങളില്ല. ഇതെൻ്റെ ഗുരു എന്നെ കയ്യിൽ ഈ സാധനം തരുന്നത് ഇതെൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്. ഇതെൻ്റെ ജീവിതമാണ്. നിനക്ക് എന്ത് സംഭവിച്ചാലും ഇത് വിടരുത്, എങ്കിൽ മാത്രമേ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇതെൻ്റെ ജീവിതമാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ നടന്ന് അലഞ്ഞിരിഞ്ഞുകൊണ്ട് പാട്ട് പാടുന്നു, അലഞ്ഞിരിഞ്ഞുകൊണ്ട് ഇത് മോഹനവീണ വായിക്കുന്നു. മോഹനവീണയില്ലാതെ ഒരു ദിവസം ഞാൻ ഉറങ്ങുന്നില്ല. ഈ കാട്ടിൽ അലഞ്ഞു നടക്കുമ്പോഴും ഈ നാട്ടിൽ അലഞ്ഞു നടക്കുമ്പോഴും എൻ്റെ തൊട്ടരികിൽ, എൻ്റെ ബെഡിൽ അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻ്റ് എൻ്റെ കൂടെ കിടന്നുറങ്ങുന്നു. ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഇതിലെ ഇമോഷൻസിലായി ജീവിക്കാൻ പറ്റുന്നില്ല. ഇതിൽ ഞാൻ എന്നെ തന്നെ കണ്ടെത്തുന്നുണ്ട്. എന്നെ തന്നെ കണ്ടെത്തിയ ഇൻസ്ട്രുമെൻ്റാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം സസ്റ്റെയിൻ ചെയ്യുന്നതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് എൻ്റെ അവസാന ശ്വാസം വരെ ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്നത്.
ശ്രവണബലഗോളിയിൽ നിന്ന് പല മലമടക്കുകൾ താണ്ടിയെത്തിയ ജൈനരാണ് വയനാട്ടിലെ ആദ്യത്തെ കുടിയേറ്റക്കാർ. ആ കുടിയേറ്റ പാരമ്പര്യത്തിന്റെ അവശിഷ്ടങ്ങളായ കരിങ്കൽ മണ്ഡപങ്ങളും നീണ്ടുപരന്ന വയലുകളും താഴ്വരകളും നിഷ്കളങ്കമായ ആദിവാസി കുടിലുകളും വരെ ഇവിടെ ഈ സംഗീതജ്ഞന് കേൾവിക്കാരായി മാറുന്ന കാഴ്ച യാത്രയിൽ ഞങ്ങൾക്കും മോഹനമാണ്. ജീവിതത്തിൻ്റെയും സംഗീതത്തിൻ്റെയും വ്യവസ്ഥകൾ തെറ്റിച്ചുള്ള അങ്ങനെ ചില യാത്രകൾ തന്നെയാണ് പോളി വർഗീസിനെ മറ്റ് കച്ചവട കലാകാരന്മാരിൽ നിന്ന് മാറ്റി നിർത്തുന്നതും. സാധ്യത എന്താണ് താങ്കളുടെ ഒരു ഭാഷയിൽ? മോഹനവീണയുടെ ഒരു കാര്യം ഞാൻ പറയാം, ഇൻസ്ട്രുമെൻറ്റ് ഡസൻ ഹാവ് ബ്രെയിൻ. പക്ഷെ എൻ്റെ വേദനയും എൻ്റെ കണ്ണുനീരും എൻ്റെ അന്വേഷണവും എൻ്റെ ആത്മീയമായ തിരിച്ചറിവുകളും എൻ്റെ ഒറ്റപ്പെടലും എൻ്റെ ദുഃഖങ്ങളും എല്ലാം വളരെ ഈസിയായി എനിക്കിതിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റും മറ്റേത് ഇൻസ്ട്രുമെൻറ്റ്സിലേക്കാൾ. ഇതൊരു പുതിയ കാലഘട്ടത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിശബ്ദതയുടെ ഒരു റെപ്യൂട്ടേഷൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ശബ്ദങ്ങൾ വായിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരു തരംഗദൈർഘ്യത്തിലൊരു ശബ്ദം പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ശബ്ദമോ രണ്ട് നോട്ടോ നിശബ്ദമായി പോകുമ്പോൾ അതിനാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത്. നിശബ്ദതയാണ് വേറൊരു തരത്തിലുള്ള ഈ നിശബ്ദതയാണ് സംഗീതം. ലോകമെങ്ങും നാനാതരം സംഗീതവേദികളെ മോഹവിവസമാക്കിയിട്ടുണ്ട് പോളി വർഗീസിന്റെ മോഹനവീണ. ലോകപ്രശസ്തരായ കലാകാരന്മാർക്കൊപ്പം ഈ തന്ത്രിവാദ്യം കൊണ്ട് പോളി എത്രയോ തവണ കൊമ്പുകോർത്തിട്ടുണ്ട്. പക്ഷെ സിനിമാ പാട്ടിലും മ്യൂസിക് റിയാലിറ്റി ഷോകളിലും കുടുങ്ങിക്കിടക്കുന്ന മലയാളി എന്നാൽ സ്വന്തം മുറ്റത്തെ ഈ വലിയ സംഗീതജ്ഞനെ തിരിച്ചറിയാതെ പോകുന്ന ദുഃഖമുണ്ട്. ക്ലാസിക്കൽ സംഗീത രംഗത്ത് കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ? എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ എല്ലാ കച്ചേരിയിലും അവസാനത്തെ പീസായിട്ട് വായിക്കുന്നൊരു സാധനമുണ്ട്. അത് എപ്പോഴും ഞാൻ വായിക്കും. അതായത് കുമാരനാശാൻ്റെ കരുണ. കരുണയിൽ തീരണില്ല. കരുണയിലല്ലാതെ ഉണ്ട്. നവോത്ഥാന കാലഘട്ടത്തിലെ വലിയ മഹാന്മാരായ കവികളുടെ ഈ കൃതികൾ വായിക്കുന്ന മലയാളത്തിലെ ഒരു ക്ലാസിക്കൽ സംഗീതജ്ഞന് കാണിച്ചു തരാൻ പറ്റുമോ? സിനിമാ ഗാനങ്ങൾ വായിക്കാം, ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല കൺസേർട്ടിന്, വെറുതെ നിങ്ങളുടെ കൂടെ കമ്പനി കൂടാൻ പറ്റും. പക്ഷേ നവോത്ഥാന കാലഘട്ടത്തിലെ കവികളെ മറന്നതാണ് കേരളത്തിന് മറ്റൊരു ശാപം. 20 കമ്പികളാണ് മോഹനവീണയ്ക്ക്. 3 മെലഡി തന്ത്രികളും 5 മുഴക്കമുള്ള തന്ത്രികളും 12 അനുഭവ തന്ത്രികളും ചേർന്നുള്ള വിരലുകളുടെ ഒരു മായാനൃത്തമാണ് അതിൻ്റെ സംഗീതം.
വളരെ കഷ്ടപ്പെട്ട് തന്നെ പഠിക്കേണ്ടുന്ന സംഗീതോപകരണം. മോഹനവീണയുടെ 20 തന്ത്രികൾ ഇരട്ടിപ്പിച്ച് 40 സ്വന്തമായി തന്നെ ഒരു പോളിസ്റ്റിംഗ് ഗിത്താറിനും പോളി വർഗീസ് രൂപം നൽകിയിട്ടുണ്ട്. പരീക്ഷണങ്ങളിലൂടെയല്ലാതെ അയാൾ സഞ്ചരിച്ചിട്ടില്ല. സംഗീതത്തിൽ പണവും പ്രശസ്തിയും പാരമ്പര്യവും മാത്രം കെട്ടിപ്പിടിച്ചു കഴിയുന്ന മലയാളി അതുകൊണ്ട് ഈ കലാകാരനിലെത്താൻ ഇനിയും വൈകാനേ ഇടയുള്ളൂ. കേരളത്തിൻ്റെ ഒരു ബേസിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് ലാഭത്തിനും നഷ്ടത്തിനും ഇടയിലുള്ള ഒരു കണക്കുകൂട്ടലുള്ള ലോകമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണല്ലോ, വിൽക്കുന്നതിനും വാങ്ങുന്നതിനും തമ്മിലുള്ള ഒരു ബന്ധം മാത്രമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഒരു ക്ലാസിക്കൽ മ്യൂസീഷ്യൻസിന് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തീർത്തും ക്ലാസിക്കലായിട്ടുള്ള ക്ലാസിസത്തിൻ്റെ ഭാഗമായി സഞ്ചരിക്കുന്നവരോട് തീർത്തും ഞങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയില്ല, ലാഭം സൃഷ്ടിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ നഷ്ടമുണ്ടാവാൻ പോലും സാധ്യതയില്ലാത്ത ഒരു വിഭാഗത്തെ ഒരു തരത്തിൽ മാധ്യമങ്ങളും തിരസ്കരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ക്ലാസിക്കൽ സംഗീതത്തിനെയും ക്ലാസിസത്തിനെയും ഒക്കെ പകരം മാധ്യമങ്ങൾ സിനിമാ സംഗീതജ്ഞരെയും അൺനെസസറി സിനിമാ സംഗീതജ്ഞരെയും അതുപോലെ തന്നെ കുറേ മിമിക്രിക്കാർ, എന്നെ സംബന്ധിച്ചിടത്തോളം മിമിക്രി സൈക്കോളജിക്കൽ ഡിസോർഡറാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇറ്റ് ഷുഡ് നീഡ് ട്രീറ്റ്മെൻറ്റ്. അറിയില്ല എനിക്കൊന്നും പാടുവാനല്ലാതെ അലയുന്നു ഭ്രാന്തുമായി നോവു തേടി നേരം വെളുത്തുപോയി നേരും മറഞ്ഞു പോയി നിണമെഴും നെഞ്ചിനെ പൊക്കി हिंदू की जबो सबे बोले लालो नु पोक्की हिंदू की जबो सबे बोले लालो नु पोक्की हिंदू की जबो सबे बोले लालो नु पोक्की हिंदू की जबो लालो नु बोले आमारमी লালনু বলে আমার আমি না জানি সন্ধ্যা সবে বলে লালনু ফকির হিন্দু কি. ഞാനൊരു ഹിന്ദുവായി ജനിച്ചവനല്ല, ഞാൻ മുസ്ലിമായും ജനിച്ചിട്ടില്ല. ഞാൻ ജനിക്കുകയോ മരിക്കുകയോ തന്നെ ചെയ്യുന്നില്ല. തിരുനെല്ലിക്കാടുകളുടെ മേലാപ്പിൽ 18ാം നൂറ്റാണ്ടിലെ ബംഗാളി ബാവുൽ ഗായകൻ ലാലൻ ഫക്കീറിനെ ഹൃദയത്തിലേറ്റുകയാണ് പോളി വർഗീസ്. ബാവുലുകളുടെ ബാവുലായ ലാലൻ ഫക്കീറിന്റെ മതാതീതമായ മാനവികതയാണ് ഇന്ത്യൻ ബാവുൽ സംഗീതത്തിന്റെ ആത്മാവും ശരീരവും. സംഗീതത്തിന്റെ ലാഭചിന്ത കൈപ്പറ്റുന്നവർക്ക് ഒരിക്കലും ബാവുൽ സംഗീതത്തിന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ സമചിന്ത മനസ്സിലാവില്ല, ഒരിക്കലും സംഗീതത്തെ തന്നെയും മനസ്സിലാവില്ല. കേരളത്തിൽ ഇനി എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ലോകം മുഴുവനും എന്തെന്ന് പറയുക സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സാർവലൗകികതയുടെയും വല്ലാത്തൊരു ലോകം ഷെയർ ചെയ്യപ്പെടേണ്ട ഒരു എന്താ പറയുക പ്രപഞ്ച മനുഷ്യനായി മാറേണ്ടതുണ്ടെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ ആഗ്രഹവും. ഞാൻ ഒരു മലയാളം സംസാരിക്കുന്ന ഒരു മലയാളത്തിൻ്റെ ഹാങ് ഓവറിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ തമിഴ് സംസാരിക്കുന്ന തമിഴ് ഭാഷയുടെ ഹാങ് ഓവറിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ സിവിലൈസേഷൻ്റെ ഭാഗമായി ക്യാരി ചെയ്ത് നടക്കുന്ന അങ്ങനെ ഒരാളാകാൻ എനിക്ക് ആഗ്രഹമില്ല. ഉടലെല്ലാം ഉരുകുന്ന പ്രണയം തിരഞ്ഞു ഞാൻ, ഉടലെല്ലാം ഉരുകുന്ന പ്രണയം തിരഞ്ഞു ഞാൻ, ഉത്തരം നൽകി ഞാൻ. മോഹനവീണയുടെ അത്ഭുതകരമായ നാദമായികതയ്ക്ക് മുന്നിൽ നമിക്കാനുള്ളതാണ് പോളി വർഗീസിന്റെ ജീവിതവും സംഗീതവും. മലമുടിയിൽ നിന്ന് താഴ്വരയിലേക്ക് പടർന്നിറങ്ങുന്ന മഞ്ഞിന്റെയും മഴയുടെയും തണുപ്പാണ് അതിന്റെ വലിച്ചു കെട്ടിയ തന്ത്രികളിലൂടെ എപ്പോഴും കൈമാറുന്നത്. ആത്മാവ് നിവേദിച്ചു പാടുന്നവർക്ക് അതിനേക്കാളൊരു ആനന്ദം വേറെയില്ല. ഉണ്ണാതെ ഉണ്ണാതെ ഉറങ്ങാതെ ഉണ്ണാതെ ഉറങ്ങാതെ നഗ്നനായി അലയുക, ഉണ്ണാതുറങ്ങാതെ
നഗ്നനായതയുക. ആത്മാവ് ചങ്ങലക്കിടാനാവാത്ത അലച്ചിലിന്റെ ആനന്ദങ്ങളും ലഹരികളും വേദനകളും ലക്കിടിച്ചുരത്തിലെ മഴനൂലുകൾ പോലുള്ള തന്ത്രികളിൽ മൊഴിമാറ്റിയെടുക്കുന്ന ഒരു സംഗീതജ്ഞന്റെ സർഗാത്മക ഉയരങ്ങളിലേക്കുള്ള ചുരംകയറ്റത്തിന് വയനാടല്ലാതെ മറ്റൊരു പ്രകൃതിയെക്കുറിച്ചും നമുക്കിനി സങ്കല്പിക്കാനില്ല. സഹ്യമലയ്ക്ക് കീഴെ സംഗീതത്തിന്റെ പല ബ്രഹ്മഗിരികൾ കയറിയിറങ്ങി ധ്യാനവും പ്രേമവും കലാപവും സൃഷ്ടിക്കാൻ മോഹനവീണ പോലെ നമുക്ക് മറ്റൊരു സംഗീതോപകരണത്തെയും ഇനി പുതുതായി വേറെ കേൾക്കാനുമില്ല. വയനാട്ടിലേക്കുള്ള മറ്റൊരു വരവിനു കൂടി കാത്തിരിക്കുക. ശുഭയാത്ര.